അപ്പോൾ വീണ്ടും നമ്മൾ വാർത്തകളിലേക്ക് രാവിലെയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ തുടക്കത്തിലേ ഞാൻ പറഞ്ഞില്ലേ സൂംബയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം എന്നുള്ളത്. അപ്പോൾ നമുക്കും രാവിലെ ഒരല്പ സൂംബയൊക്കെ കണ്ട് സൂംബ സ്റ്റെപ്സ് ഒക്കെ പഠിച്ച് ഒന്ന് ഉഷാറായിട്ട് വരാം അല്ലേ. നമുക്ക് കൊച്ചിയിലെ ഒരു സൂംബ സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം അവിടെ ലൈവ് ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയം ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഡാനി പോൾ കൂടി നമ്മുടെ സൂംബ ടീമിനൊപ്പം ചേരുകയാണ്. ഡാനി, അപ്പോൾ സൂംബയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലത്തെയും ഒക്കെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ വിവാദമാകാനുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത്. ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയം കൂടി ആവുകയാണ് എന്നതാണ്. അപ്പോൾ ഈ സൂംബ കളിക്കുന്ന നമ്മുടെ സൂംബ ടീമിന് ഈ വിവാദത്തെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാർ ഈ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കില്ല എന്നറിയാം. അവരിങ്ങനെ സൂംബയൊക്കെ കളിച്ച് മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ഒന്ന് എനർജറ്റിക് ആക്കി മുന്നോട്ട് കൊണ്ടുപോകും അല്ലേ. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. ആര്യ, തീർച്ചയായും. കാരണം ഇത് അപ്രതീക്ഷിതമായ ഒരു വിവാദത്തിലേക്കാണ് ഈ സുംബ ചൂടുകളെല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. നമ്മളുള്ളത് കൊച്ചിയിൽ തന്നെ ഉള്ള സുംബ സെന്ററിൽ തന്നെയാണ്. ഏതായാലും ഇവിടെ എല്ലാ ദിവസവും എന്ന പോലെ തന്നെ പതിവ് പോലെ തന്നെ പരിശീലനവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്കൊപ്പം പൂർണിമ ചേരുന്നു. പൂർണിമ ഈ സ്വാഗ ഔട്ട്ഫിറ്റ്സിന്റെ ഒരു ദീർഘകാലമായിട്ട് അവരാണ് ഇത് തുടങ്ങി വെക്കുന്നതല്ല. പൂർണിമ, ഇതിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു വിവാദത്തിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം വരുന്നത്. ഒരു എന്താ പറയുന്നത്, ഒരു എക്സസൈസ്, അതിനപ്പുറത്തേക്ക് വലിയൊരു വിവാദത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക്? സുംബ ഒരു ഭയങ്കര ഹാപ്പി എക്സസൈസ് ആണ്. ബിക്കോസ് ഒരുപാട് പേര് ഓടുന്നു, സൈക്കിൾ ചെയ്യുന്നു, ട്രെഡ്മില്ലിൽ ഓടുന്നു. ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഒരു ഹാപ്പി എക്സസൈസ്, കാർഡിയോ വാസ്കുലർ എക്സസൈസ് ആണ് സുംബനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് അത്രയും ഹാപ്പി ആയ ഒരു സാധനത്തിനെ നമ്മൾ വളരെ വ്യത്യാസമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം ആയിരക്കണക്കിന് മാത്രമല്ല, 2013 ഞാൻ തുടങ്ങുമ്പോൾ ഒരാൾ വെച്ച് അല്ലെങ്കിൽ 2 ആളെ വെച്ച് ഞാൻ തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇപ്പൊ പുതിയതായിട്ടൊരു സംരംഭമൊക്കെ ഓരോരുത്തർ തുടങ്ങുമ്പോൾ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോ വ്യാഖ്യാനം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടാണ് ഒരു സംരംഭം തുടങ്ങി അത് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സിലുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതിൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഡിപ്രഷനുള്ള ആൾക്കാരുണ്ടാവും, ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ട്, അതിന്റെ കൂടെ ബിസിനസ് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഹാപ്പി എക്സസൈസ് ആണ്. അപ്പോൾ ഇതിനെ ഒരു രീതിയിലും വ്യാഖ്യാനിക്കാണ്ട് നല്ല ബെനിഫിറ്റ്സിനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പല ഏജ് ഗ്രൂപ്പിലുള്ളവരും എല്ലാം തന്നെ ഇതിനൊപ്പം ഉണ്ടല്ലോ. ഇതില് പലപ്പോഴും ഡ്രസ് കോഡാണ് ഇപ്പോ വലിയ വിവാദത്തിലേക്കൊക്കെ വരുന്നത്. എങ്ങനെയാണ്? എല്ലാവരുടെയും ചോയ്സ് ആണ്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് എക്സസൈസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണോ മൂവ് ചെയ്യാൻ പറ്റുന്നത്, കാലുകളും കൈ അനക്കുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, എക്സസീവ് ചൂടെടുക്കാൻ പാടില്ല, അതിന് കളേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ പലതരം രീതികളുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സസ് ചൂസ് ചെയ്യുന്നത്. ഒത്തിരി കാലമായോ ഇവിടെ? ഞാനിവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് 6 months ആയി. ജാനുവരിയിൽ ജോയിൻ ചെയ്തതാണ്. എങ്ങനെയുണ്ട്? രാവിലെ ആളുകൾ ജോഗിങ്ങിനും കാര്യങ്ങൾക്കെല്ലാം പോകാറുണ്ട്. ഇവിടെ വരുമ്പോൾ നേരത്തെ പൂർണ്ണി പറഞ്ഞ പോലെ ഹാപ്പി ഫേസസ്
എന്നൊക്കെ പറയുന്ന പോലെ എത്രമാത്രം വ്യത്യസ്തമാണ്? ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു നോർമൽ ജിമ്മിലാണ് പോയിരുന്നത്. ഒരു ചേഞ്ച് ഓഫ് റുട്ടീനു വേണ്ടി ഇവിടെ വന്നിട്ട് ഇത്രയും മോട്ടിവേഷൻ വേറൊരു സ്ഥലത്ത് കിട്ടില്ല. ബിക്കോസ് എല്ലാവരും ഡിഫറെന്റ് ഏജ്, ഡിഫറെന്റ് ജെൻഡേഴ്സ്, എല്ലാവരും ഒരുമിച്ച് കാലത്തെ തന്നെ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എനർജിയാണ്. ആൻഡ് ഇറ്റ്സ് സച്ച് എ പോസിറ്റീവ് പ്ലേസ് ടു ബി. സോ ഇവിടെ നിന്ന് എന്തായാലും വൺസ് യു കം ഹിയർ ഇവിടെ നിന്ന് ആരും വിടില്ല. ബിക്കോസ് അത്രയും ഒരു പോസിറ്റീവ് എൻവയൺമെന്റ് ഇവിടെ. എസ്പെഷ്യലി പൂർണിമയുടെ ഡാൻസ് ക്ലാസ് ഇസ് സംതിങ് ഐ ഹവ് നെവർ അറ്റൻഡഡ്. ഇപ്പോൾ വരുന്ന ഈ ഒരു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ വാർത്തകളൊക്കെ? പ്രത്യേകിച്ച് ആ സൂമ്പയുടെ സ്കൂളുകളിലേക്ക് സൂമ്പ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ തോന്നിയത്? കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് കുറച്ചും കൂടി ഉല്ലാസം കിട്ടുമെന്നാണ്? 100%. ഞാൻ ഒരു ചൈൽഡ് ആയിരുന്നു, അപ്പോൾ ഒട്ടും അത്ലറ്റിക് ആയിരുന്നില്ല. ബിക്കോസ് നമ്മളെല്ലാവരും നോർമൽ ഒരു സ്പോർട്സിനെ പറ്റിയാണ്, ദാറ്റ് ഇസ് ആർ ഐഡിയ ഓഫ് സ്പോർട്സ്. പക്ഷേ സുംബയൊക്കെ അപ്പോഴേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഇൻട്രസ്റ്റ് ആയിരുന്നു ഫിസിക്കലി ഫിറ്റ് ആവാൻ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫാന്റാസ്റ്റിക് ഇനിഷ്യേറ്റീവ് ബിക്കോസ് എവറി വൺ വിൽ വോണ്ട് ടു ഗെറ്റ് ഫിറ്റ്. ബിക്കോസ് ഇതൊരു ഭയങ്കര ഫൺ ആക്ടിവിറ്റിയാണ് ആൻഡ് ഒരു കമ്മ്യൂണിറ്റിയുടെ സെൻസ് അപ്പോഴേ ബിൽഡ് ചെയ്യും. ആൻഡ് ഇപ്പോഴേ തന്നെ കിഡ്സിന് വിൽ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻ എ വെരി ഫൺ മാനർ. വലിയ എതിർപ്പാണ് വരുന്നത് ഡ്രസ് കോഡ് സംബന്ധിച്ച്. Yeah, definitely. So I feel ഈ change was very necessary and I hope that all the children enjoy this and അവർ വലുതാകുമ്പോഴേക്കും ഫിറ്റ്നസിലേക്ക് totally they'll be into it because this is such a fun way to do it. അവർക്ക് അത് നിഷേധിക്കരുത് അല്ലേ? അതെ, 100% ഒട്ടുമല്ല. എന്തായാലും ഈ രീതിയിലുള്ള പ്രതികരണങ്ങളും എല്ലാം തന്നെ ഉണ്ട്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഡോക്ടർ രേഷ്മ. ഞാൻ അമൃതയിലെ ഡോക്ടറാണ്. ശരി. എങ്ങനെയാണ് നിങ്ങൾ ഈ സുംബ പോലുള്ള ഒരു വ്യായാമ മുറയൊക്കെ കാണുന്നത്? എനിക്ക് ആക്ച്വലി ഇത് വളരെ ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഒരു ഹെക്റ്റിക്കും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കിലാണ് ഞാൻ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റിയലി ഗിവ്സ് മീ എ ലോട്ട് ഓഫ് ഒരു റിലീഫും ഒരു നല്ലൊരു എക്സസൈസും കിട്ടും, അതേസമയം ഒരു മെന്റൽ റിലാക്സേഷനും കിട്ടും. ഇത് സംബന്ധിച്ച് വരുന്ന വിവാദങ്ങളൊക്കെ എങ്ങനെ കാണുന്നത്? ഈ ഡ്രസ് കോഡും സംബന്ധിച്ചൊക്കെ വലിയ എതിർപ്പൊക്കെ വരുന്നുണ്ടല്ലോ, എങ്ങനെ അത് ന്യായീകരിക്കാവുന്ന? അത് അങ്ങനെ ഒരു വിവാദം വരേണ്ട കാര്യമേ ഇല്ല എന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ വെരി ഗുഡ് എക്സസൈസ് ആണ്. മ്യൂസിക് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു, കുറച്ചും കൂടെ മെന്റൽ റിലാക്സേഷൻ കിട്ടുന്നു. അല്ലാതെ ഇതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല. കുട്ടികൾ ചെയ്യട്ടെ എന്നത് തന്നെയാണ്. ഡെഫിനറ്റ്ലി ചെയ്യണം. മൂവ്മെന്റ് മസ്റ്റ് ആണ്. അറ്റ് എ വെരി യങ് ഏജ് ഇറ്റ് സെൽഫ് മൂവ്മെന്റ് ചെയ്താലേ മെന്റൽ ഹെൽത്തും ബെറ്റർ ആവത്തുള്ളൂ. സോ ഐ റിയലി റെക്കമെൻഡ് ഇറ്റ്. ആര്യ കേട്ട് കാണും. കാരണം എല്ലാവരും തന്നെ ഇതിനോട് അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ പറയുന്നത്. കാരണം ഒരു ഡ്രസ് കോഡിലൊന്നും ഒതുക്കി നിർത്തേണ്ടതല്ല എന്ന് തന്നെ പറയുന്നത്. എന്ന് പറയുന്നു ഇപ്പോഴത്തെ ഒരു സുംബ കൊണ്ട് കിട്ടുന്നൊരു ആരോഗ്യവും. തീർച്ചയായിട്ടും ഇതൊരു ഫിസിക്കൽ ഫിറ്റ്നസിനെക്കാളും എനിക്ക് തോന്നുന്ന മെന്റൽ ഫിറ്റ്നസ്. ഞാൻ അത് ഇവിടുത്തെ ഓണർ പൂർണ്ണമേശ്വരം പറയായിരുന്നു. ഞാനിത് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന മുമ്പ് ഞാൻ ഈ സെയിൽസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ, റിവ്യൂ മീറ്റിങ്ങിന് പോകുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ലേറ്റ് ബാക്ക് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ സൂംബ രാവിലെ ഒരു 1 hour സെഷൻ കഴിഞ്ഞിട്ട് തിരിച്ചൊരു നമ്മുടെ ഈ സെയിൽസ് മീറ്റിങ്ങിന് പോകുമ്പോൾ പിന്നെ ഭയങ്കര ഒരു വേറെ ലെവൽ എനർജിയാണ്. അപ്പോൾ ഒരു ഫോർ മീ ഇറ്റ്സ് മോർ ഓഫ് എ മെന്റലി സ്റ്റേയിങ് അലേർട്ട്. ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിനെക്കാളും കൂടുതൽ മെന്റലി ഐ എം മോർ അലേർട്ട് ആഫ്റ്റർ ദിസ് 1 hour ഓഫ് സൂംബ. ബിക്കോസ് ലൗഡ് മ്യൂസിക്, ലോഡ് ഓഫ് കമ്മ്യൂണിറ്റി, ആ ഒരു ഫീലിംഗ് ഭയങ്കര അടിപൊളി. ആക്ച്വലി ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരെ അറിയുള്ളൂ. നിങ്ങളിപ്പോൾ ഇന്ന് വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണത്തില്ല ആ ഒരു എനർജി ലെവൽസ് ഇവിടുത്തെ. ഇത് സംബന്ധിച്ച് വരുന്ന ഒരു വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. സുംബ അത് സ്കൂളുകളിലേക്ക് നടപ്പാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങളുടെ കാലത്തൊക്കെ ആക്ച്വലി സ്കൂൾ ടൈമിൽ PT പീരീഡ് വരെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ PT പീരീഡിൽ ആ കൂടി സ്പോർട്സ് കളിക്കാം, കുറച്ച് ബേസിക് ഫിസിക്കൽ ആക്ടിവിറ്റി വൺസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആക്ച്വലി പൊളിറ്റീഷ്യൻസ് ഫൈനലി സേയിങ് ദ റൈറ്റ് തിങ്സ്, സൂംബ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി എനിക്ക് സന്തോഷമാണ്. നമ്മുടെ ഇപ്പോഴത്തെ നെക്സ്റ്റ് ജനറേഷന് ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടും, മനസ്സിലാക്കും, എനർജി ലെവൽസ് മനസ്സിലാക്കും. നമ്മുടെ സമയത്തൊക്കെ നമുക്കൊരു ഓപ്ഷൻ ആയിരുന്നു. ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഇത് മാൻഡറ്ററി ആക്കി വരുമ്പോൾ ഇറ്റ് ഇസ് എ വെരി നൈസ് തിങ് ടു ഹിയർ. നോട്ട് ജസ്റ്റ് സൂംബ, എനി കൈൻഡ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇസ് ഗ്രേറ്റ്. അപ്പോൾ മാൻഡറ്ററി ആക്കണം എന്നാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ് ഫ്രം ദ മിനിസ്ട്രി. ചെയ്യണം എന്നാണ് എന്റെയും അഭിപ്രായം. ഡ്രസ് കോഡ് സംബന്ധിച്ചൊക്കെയാണ് ഒരു എതിർപ്പൊക്കെ വരുന്നത്. അതിനെങ്ങനെയാണ്? അത് ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ. ഡ്രസ് കോഡ് ഇക്കാലത്തെ കാര്യങ്ങളൊക്കെ ഇത് പറയാം എനിക്കറിയില്ല. ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് അങ്ങനെ ഒരു ഇതുവരെ തോന്നിയിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ വിഭിന്നമായ അഭിപ്രായങ്ങൾ തന്നെയാണ് കേട്ടത്. ഇവിടെ നാളുകളായോ? കുറച്ച് വർഷമായി, 1.5 വർഷത്തോളമായി. വളരെ എനർജറ്റിക് ആണ് എന്ന് തന്നെ. സൂംബ ഐ മീൻ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് എക്സസൈസ് ഫോം ആയിട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഏതായാലും ആര്യ ഇത് സംബന്ധിയായ കാര്യങ്ങളാണ് അവർ വിശദീകരിക്കുന്നത്. കാരണം അതിനൊരു എക്സസൈസ് കോഡായിട്ട് മാത്രം കാണുക, അതിന് ഡ്രസ് കോഡ് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്ന മാനസികമായ ഒരു ആരോഗ്യവും കാര്യങ്ങളും എല്ലാമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അത് ആരോഗ്യം വരും തലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ മാത്രം കാണുക എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതിനകത്തുള്ളത്. ഏതായാലും ഇവിടെ ചൂടുകൾ തുടങ്ങുന്നു. അത് വലിയ തടസ്സങ്ങളില്ലാതെ വിദ്യാലയങ്ങളിലേക്കും എത്താൻ കഴിയും എന്ന് തന്നെയാണ് അവരൊരു പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ഡാനി പോളാണ് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു സ്വാഗ് സൂംബ സ്റ്റുഡിയോയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. അവിടെ സൂംബ പരിശീലനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ ഒരു വലിയ വിഷയമായിട്ട് കാണേണ്ട ഒരു കാര്യവുമില്ല. സാധാരണ ചെയ്യുന്ന ഒരു ബോഡി മൂവ്മെന്റ് എക്സസൈസ് മാത്രമാണ് സൂംബ എന്നുള്ളത്. അതിനൊരു പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി വരുമ്പോൾ ഇതൊരു ഡാൻസ് മൂവിലൂടെയൊക്കെ ചേർന്നുള്ള ഒരു എക്സസൈസ് ആകുമ്പോൾ നമുക്ക് മൈൻഡും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ ഒരേ സമയം റിലാക്സ് ചെയ്യിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയിട്ട് അതികഠിനമായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിനപ്പുറം ഇത് വളരെ സിമ്പിളായി ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് എന്നതാണ് സൂംബയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതിനെ ഇത്രത്തോളം ജനകീയമാക്കാനുള്ള ഒരു കാരണവും അതുതന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രസ് കോഡാണല്ലോ വിഷയം. ഈ ഡ്രസ് കോഡിനെ കുറിച്ച് പറയുമ്പോഴും ഇപ്പോൾ ട്രാക്ക് പാൻസും ടീഷർട്ടും ഇട്ട് മാത്രമേ സൂംബ ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു നിബന്ധനയും ഇല്ല, നിർബന്ധവും ഇല്ല എന്നതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ചുരിദാർ ഇട്ടിട്ട് വേണമെങ്കിൽ സൂംബ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നതും ഒരു വാസ്തവമാണ്. അപ്പോൾ അതുതന്നെയാണ് അവിടെ സൂംബ പരിശീലിക്കുന്ന ആളുകൾക്ക് നമ്മളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ സൂംബ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്, അവിടെ പരിശീലിക്കുന്ന ഓരോ ആളുകളും നമ്മളോട് പങ്കുവെച്ചൊരു കാര്യമാണ്. സ്കൂളുകളിലൊക്കെ സൂംബ നടപ്പാക്കുന്നത് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ ശാരീരിക ക്ഷമതയ്ക്കുമൊക്കെ അത്രത്തോളം നല്ല ഒരു കാര്യമാണ് എന്നുള്ളത്. നമ്മൾ ഈ സൂംബയെ കുറിച്ച് പറയുമ്പോൾ സൂംബയുടെ ഒരു ചരിത്രം കൂടി നോക്കിയാൽ 1990കളിൽ കൊളംബിയയിലുള്ള ഒരു ഡാൻസറും കൊറിയോഗ്രാഫറുമായ ബെറ്റോ പെറസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഈ വ്യായാമ മുറ ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. ഒരു 2000-ന് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് ഈ സൂംബ എന്ന് പറയുന്ന വ്യായാമ മുറ വ്യാപിക്കുകയും പിന്നീട് എല്ലാവരും ഏറ്റെടുക്കുകയുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സമീപത്തൊക്കെ എല്ലാ ജിമ്മ് പോലെ തന്നെ സൂംബ സ്റ്റുഡിയോസ് ഉണ്ട്. ജിമ്മുകളിൽ അസോസിയേറ്റ് ആയിട്ട് സൂംബ സ്റ്റുഡിയോസ് ഒക്കെ സജീവമാകുന്ന കാലഘട്ടം കൂടിയാണ്.